ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിപ്പാസ് വേൾഡ്. നമുക്കിന്ന് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 കപ്പ് പഞ്ചസാരയും. അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതെടുത്ത് വെളിയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇത് നമ്മൾ 3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരൊറ്റ പ്രാവശ്യം അരിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശകലം കട്ടിയായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് നമുക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് ബട്ടറും പിന്നെ നമുക്കിതിനാവശ്യമായത് ഡാർക്ക് ചോക്ലേറ്റാണ്. 2 കട്ട ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഈ ചോക്ലേറ്റ് അലിയുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ആ ചൂടോടുകൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിനകത്തോട്ട് ചോക്കോ ചിപ്സും കൂടെ ഇടുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടി ഒന്ന് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാൻ 5 മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രമാണിത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 40 മിനിറ്റ് ഇതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നമ്മൾ ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിലും പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ആ കേക്കിൻ്റെ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.